ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഓവർ തിങ്കിങ്? മറ്റ് മൃഗങ്ങളെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു മൃഗമാണ് മനുഷ്യൻ, അല്ലേ? എന്നിട്ടും നമുക്ക് എങ്ങനെയാണ് ഈ മൃഗങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ നമ്മൾ സർവൈവ് ചെയ്ത് ഇതുവരെ എത്തിയത്? നമ്മുടെ ചിന്താശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മൾ ഒന്നുമില്ലാതിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഇന്ന് ഈ ഒരു മോഡേണൈസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്തുമാത്രം ചിന്തിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. എന്തുമാത്രം ബ്രെയിൻ വർക്ക് ചെയ്തിട്ടുണ്ടാവും. എന്തൊക്കെയാണ് നമുക്ക് നമുക്ക് ഡ്രസ്സില്ല, ആടയില്ല, എന്താണ് ജീവിക്കാനുള്ള ഒരു വീടില്ല, ഒരു ഷെൽട്ടറില്ല, ആയുധങ്ങളില്ല, സഞ്ചരിക്കാനുള്ള വാഹനങ്ങളില്ല, ഒന്നുമില്ല. ആ ഒരു കാലഘട്ടത്തിൽ നിന്നും എത്ര ബുദ്ധിമുട്ടിയായിരിക്കും നമ്മൾ ഈ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുള്ളത്. ഓരോ കണ്ടുപിടുത്തങ്ങളായിക്കോട്ടെ, ഓരോ 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 ദിവസവും എങ്ങനെയാണ് അടുത്ത ദിവസം ഞാൻ എൻ്റെ ജീവനെ നിലനിർത്തുക എന്ന ഒരു ചിന്തയിൽ നിന്നും തുടങ്ങിയ ഒരു ചിന്താശക്തിയാണ്. ആ ഒരു ചിന്താശക്തി വളർന്ന് ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളെത്തി. ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് വളരെ ലക്ഷ്യൂറിയസ് ആയിട്ട് ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പല കണ്ടുപിടുത്തങ്ങളും നമ്മൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ എന്താണ്, ഇനി എന്ത് എന്നുള്ളൊരു ചിന്തയിലേക്ക് മാറി. ഇനി എന്ത്, ഞാൻ ഇനി എന്ത് ചെയ്യും, ഇനി എന്താണ് ചെയ്യുന്നത്, ഇപ്പം ഇരിക്കുന്ന ആ ഒരു വസ്തു അതിനെ ഞാൻ ഇനി എങ്ങനെയാണ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക എന്നുള്ളൊരു രീതിയിലേക്കായി നമ്മുടെ ചിന്ത. അപ്പോൾ പണ്ടത്തെ ആ ഒരു അടുത്ത ദിവസം എങ്ങനെ ഞാൻ കിടക്കും എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ ആ ഒരു ഭയത്തിൽ നിന്നും ഇപ്പോൾ വളരെ ലക്ഷറിയസ് ആയിട്ട്, വളരെ കാമായിട്ട്, ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ചിന്ത ഇപ്പോഴും എവിടെയാണ്? അതെ, അന്നത്തെ അതേ ചിന്തയിൽ തന്നെയാണ്. അത്രയും ഹെവിയാണ് നമ്മുടെ ചിന്ത ഇപ്പോഴും. അപ്പോൾ ആ ചിന്തയ്ക്ക് എന്തെങ്കിലും കൂടുതൽ ചിന്തിക്കണമല്ലോ. നമ്മുടെ ബ്രെയിനിന് കൂടുതൽ ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഇപ്പോഴും ഉണ്ട്. അന്നത്തെ ആ ഒരു പോയിന്റ് അല്ല, സിറ്റുവേഷൻ മാറിയെങ്കിലും ബ്രെയിൻ സെയിം തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കൂടുതൽ ചിന്തിക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം. ഇപ്പം എന്താ ചെയ്യുന്നത്? നമ്മളെ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ കൂടുതൽ ചിന്തിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് നമ്മളെ വളരെയധികം വ്യത്യസ്തനാക്കിയ ആ ഒരു കഴിവ്, ചിന്തിക്കാനുള്ള ആ കഴിവ് എന്നാണ് നമ്മുടെ തന്നെ വില്ലനായി മാറിയത്. ചിന്ത അമിതമാകുമ്പോൾ, അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എല്ലാം നെഗറ്റീവ് ആകുമ്പോൾ, അപ്പോൾ അമിതമായ ചിന്ത അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ സെൻറ്റൻസ്, എന്താണ് ഓവർ തിങ്കിങ്? അതായത് നമ്മളൊരു ലൂപ്പിൽ പെട്ടുപോകുന്നതാണ് ഓവർ തിങ്കിങ്. നമ്മളൊരു ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ട് ചെയ്യും. എന്തായിരിക്കും ആ ക്വസ്റ്റ്യൻ? ഇപ്പോൾ നാളെ ഞാൻ എന്ത് ഡ്രസ്സാണ് ധരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അവിടെ ഇരിക്കും, ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കും, ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നാൽ തന്നെ ഇനി മറ്റുള്ളവർ ഇതിട്ട് കളിയാക്കുമോ, ഇത് എന്നാൽ എൻ്റെ കൂട്ടുകാരികൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു സെയിം ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അവരുടെ മുമ്പിൽ ഒരു സ്റ്റാർ ആവില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ് അതിൻ്റെ എല്ലാ നെഗറ്റീവ്സും, നോട്ട് ദ പോയിൻ്റ്, എല്ലാ നെഗറ്റീവ്സും നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് വന്ന് ലൂപ്പിൽ പിന്നെയും അതിൻ്റെ ലൂപ്പിൻ്റെ എൻഡിൽ വന്ന് നിൽക്കും. ആ എൻഡിൽ വന്ന് നിൽക്കുമ്പോഴും നമ്മൾ എന്തായിരിക്കും, ഒരു വട്ടം കറങ്ങി തിരിച്ച് നേരെ സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്ന് നിൽക്കും. എന്താ ഞാൻ ഇന്നിടാൻ പോകുന്നത്? പിന്നെ അതേ ക്വസ്റ്റ്യൻ. ഇതാണ് ഓവർ തിങ്കേഴ്സിന് സംഭവിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു ലൂപ്പിൽ പെട്ടുപോകും. നമുക്കൊരിക്കലും പോസിറ്റീവ്സിനെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവ്സിനെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സംഭവിച്ചാൽ ഇതെനിക്ക് മോശമാവും, ഇത് സംഭവിച്ചാൽ അതെനിക്ക് മോശമാവും, ആളുകൾ കളിയാക്കും, ആളുകൾ എന്ത് വിചാരിക്കും, ഈ തോട്ട്സ് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെയോ ഒരു കാര്യത്തിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ ഈ ഒരു ചിന്തകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു സൊല്യൂഷനിൽ എത്താൻ പറ്റില്ല. വേർ വി സ്റ്റാർട്ട് വി എൻഡ് ദെയർ. എവിടെയാണോ നമ്മൾ തുടങ്ങിയത് അവിടെ തന്നെ നമ്മൾ നിൽക്കുകയാണ്. പിന്നെ നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കിട്ടാനാണ്? അപ്പോൾ സൊല്യൂഷൻ നമുക്ക് കിട്ടത്തേയില്ല. ആക്ഷൻ എടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? അതിനെ അവോയ്ഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത്. എന്തൊക്കെയായിരിക്കും നമ്മുടെ ഈ ഒരു ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വീണു പോകുന്നത് എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം? കുറേ കാരണങ്ങളുണ്ടടാ. അതിൽ കുറേ കാരണങ്ങൾ നമുക്ക് തനിയെ മനസ്സിലാവുന്ന കുറേ കാരണങ്ങളുണ്ട്. ചിലത് നമ്മൾ കുഞ്ഞിലെ തന്നെ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയും. കുഞ്ഞിലെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്നും വഴക്ക് കിട്ടുക,
നമ്മളൊന്ന് ചെയ്യുന്ന സമയത്ത് അതിന് കൂടുതൽ കൂടുതൽ വിമർശനം കിട്ടുക. കുഞ്ഞിലെ തന്നെ ടീച്ചേഴ്സിൻ്റെ നിന്നായിക്കോട്ടെ, ഫാമിലിയിൽ നിന്നായിക്കോട്ടെ, അച്ഛനമ്മമാരിൽ നിന്നായിക്കോട്ടെ കൂടുതൽ വിമർശനങ്ങൾ ആ കുട്ടിയിലേക്ക് വന്നു ചേരുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യാനും കുറേ ചിന്തിക്കേണ്ട ഒരവസ്ഥയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഒരു ഓവർ തിങ്കറായി മാറിയ ഒരവസ്ഥ ഉണ്ടാവാം, മാറിയിട്ടുണ്ടാവുന്ന ഒരവസ്ഥ നമുക്ക് വരാം. അപ്പം എന്താണ്, ചൈൽഡ്ഹുഡ് ട്രോമ ഭയങ്കര വലുതാണ്. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റേജാണ്. അത് വളരെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ്. അതിലെന്ത് സംഭവിച്ചാലും അതിൻ്റെ പാടുകൾ അവിടെ തന്നെ കാണും. നമ്മളത് വളർന്ന് വലുതാവുന്നതിനനുസരിച്ച് നമുക്കത് ഉറപ്പായിട്ടും നമുക്കതിങ്ങനെ ബാധിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ചൈൽഡ്ഹുഡിൽ നമ്മുടെ കുഞ്ഞുകാലങ്ങളിൽ നമുക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ഓവർ തിങ്കിങ്ങിന് കാരണമായിട്ട് വരാം. അടുത്തത് പീപ്പിൾ പ്ലീസേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. പീപ്പിൾ പ്ലീസേഴ്സ് എന്ന് പറയുമ്പോൾ ആളുകൾ എന്ന് വിചാരിക്കും. സൊസൈറ്റിയിൽ നിന്നും, അതായത് ഇവർ ഈ ചൈൽഡ്ഹുഡിലെ മറ്റുള്ളവരുടെ വിമർശനങ്ങൾ കേട്ടാൽ അവർക്ക് സ്വന്തമായിട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റാതെ അവർ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും വിമർശനങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ഒരിക്കലും സ്വന്തമായിട്ടൊരു നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്ന് ആ കുട്ടി തന്നെ വിചാരിച്ച് പോകും. അതൊരിക്കലും ആ കുട്ടിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെന്തായി മാറുന്നു? ഒരു പീപ്പിൾ പ്ലീസേഴ്സായി മാറുന്നു. പീപ്പിൾ പ്ലീസേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഞാൻ ചെയ്യുന്നതിനെക്കുറിച്ച് എന്ത് വിചാരിക്കും, മറ്റുള്ളവർ ഞാനിത് ചെയ്താൽ എന്ത് കരുതും, ഞാനിത് ചെയ്യുമ്പോൾ അവരെന്നെ കളിയാക്കുമോ, അല്ലെങ്കിൽ അവരെന്നെ വിമർശിക്കുമോ, ഞാനൊരു തെറ്റുകാരിയാകുമോ, ഞാനൊരു മോശക്കാരിയാകുമോ, എല്ലാവരും എന്നെ കളിയാക്കുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയിലേക്ക് മാത്രം അവർ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്, പെർഫെക്ഷനിസം. അതൊരു വലിയ ഫാക്ടറാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അങ്ങേയറ്റം പെർഫെക്ഷൻ വരുത്താൻ ശ്രമിക്കുകയേ ചെയ്യരുത്. പെർഫെക്ഷൻ കൂട്ടാൻ നോക്കും തോറും നമ്മളൊരു കാര്യം തുടങ്ങാൻ വൈകും. ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഒരു കുഞ്ഞു മൈക്കും ഒരു സ്റ്റുഡിയോ സെറ്റപ്പും ഒന്നുമില്ല എനിക്ക്. ഒരു കുഞ്ഞു മൈക്കും ഒരു ഒരു ട്രൈപോഡും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. സാധാരണ നോർമൽ ലൈറ്റിങ്ങോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ഉള്ളൂ. എഡിറ്റ് ചെയ്യാനോ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. കുറച്ച് ധാരണകളോ, എല്ലാത്തിനും കുറച്ച് നോളേജേ എനിക്കുള്ളൂ. പക്ഷേ ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് അത്രയും കാശും കയ്യിലില്ല. ഇത്രയും സാധനങ്ങൾ സെറ്റപ്പോടെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അത്രയും കയ്യിൽ കാശുമില്ല. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് ഫുൾ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തിട്ടേ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും, അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചാൽ എങ്ങനെയിരിക്കും? നമ്മൾ എന്ന് തുടങ്ങും? ഈ നൂറ്റാണ്ടിലെങ്ങാനും തുടങ്ങും? നമ്മുടെ കയ്യിൽ പൈസയില്ല, അത്രയും ചെയ്യാനുള്ള പൈസയില്ല. പടിപടിയായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം നമ്മൾ തുടങ്ങാതെ ആ അങ്ങേയറ്റത്തെ ആ ഒരു വലിയ പെർഫെക്ഷൻ, അത് ഏറ്റവും കൂടുതൽ ഈ യൂട്യൂബേഴ്സിൽ ഏറ്റവും ഹയസ്റ്റ് മില്യൺ ട്രില്യൺ വ്യൂസ് ഉള്ള ഒരാളുടെ യൂട്യൂബ് ചാനൽ എടുത്ത് കണ്ടിട്ടായിരിക്കും നമ്മൾ ഈ ഒരു റെഫറൻസ് പിക്ക് വെച്ചേക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും വിചാരിക്കുന്നത്, അയാളെപ്പോലെ എടുക്കണമെങ്കിൽ അയാളെപ്പോലെ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തുടങ്ങരുത് എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഓവർ തിങ്കേഴ്സ് വിചാരിക്കുന്നത്. പെർഫെക്ഷനിസം, അവർക്കെല്ലാം പെർഫെക്ഷനിൽ വേണം. പക്ഷേ പെർഫെക്ഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തുടങ്ങണമല്ലേ? തുടങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്താൻ പറ്റൂ. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ തന്നെ എനിക്ക് മില്യൺ വ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ നടക്കൂ? അല്ലെങ്കിൽ അതിൽ ഞാൻ സൂപ്പറായിട്ട് പെർഫോം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാൽ നടക്കൂ? നടക്കില്ല, ഒരിക്കലും നടക്കില്ല. നമ്മൾ പടിപടിയായിട്ട് ആ ഒരു ഫ്ലോയിലെത്തണം. ക്യാമറയുമായിട്ടും നമ്മുടെ കണ്ടൻറ്റ് പറയുന്നതിലായിട്ടും എല്ലാത്തിനും നമ്മളൊരു ഫ്ലോയിലേക്ക് എത്തണം അല്ലേ? അപ്പം നമ്മളത് ചെയ്ത് തുടങ്ങണം. ഇത് തുടങ്ങാതെ നമ്മൾ പെർഫെക്ഷൻ അങ്ങനെ ഉച്ചകോടിയിലുള്ള സാധനം മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എന്താ പറ്റുക? പെർഫെക്ഷനിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ, തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടെ ആക്ഷൻ ഇല്ലാതാവുന്നു. അപ്പം നമുക്ക് ആക്ഷൻ ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാനുള്ള മടി വരുന്നു. ഇത് സ്റ്റാർട്ട് ചെയ്താലും അതുവരെ എത്തില്ല എന്ന് ആദ്യമേ വിചാരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പെർഫെക്ഷനിസം വളരെ ഒരു വലിയ ഘടകമാണ് ഈ ഒരു ഓവർ തിങ്കിങ്ങിന്. പിന്നെ നമുക്ക് എന്താണുള്ളത്? സൊല്യൂഷൻസ്. ഫൈൻഡിങ് സൊല്യൂഷൻ ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ അസ്. നമ്മൾ ഒരിക്കലും സൊല്യൂഷൻ കണ്ടെത്തില്ല. അതായത് ഇത്രയും നെഗറ്റീവ്സ് നമ്മളിൽ ഉണ്ടല്ലോ, ഇത്രയും നെഗറ്റീവ്സ് നമ്മൾ ചിന്തിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. ഇതാണ് ഓവർ തിങ്കിങ്. ഇത്രയും നെഗറ്റീവ്സ് നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഒരു സൊല്യൂഷനിലേക്ക് വരുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കോസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കോസാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ഈ ഓവർ തിങ്കിങ്ങിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്കിത് കുറയ്ക്കാൻ പറ്റുന്നത്. അതിൽ നമുക്ക് 2 മാർഗ്ഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് 2 എണ്ണമാണ്. എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ മനസ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, വളരെ റിലാക്സ് ചെയ്യിപ്പിക്കുക. രണ്ടാമത്, ടേക്കിംഗ് ആക്ഷൻ. എങ്ങനെയൊക്കെയാണ് നമുക്കതിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതെന്ന് നമ്മൾ ഒന്ന് കണ്ടെത്തണം. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. റിലാക്സിങ്. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിന് മുമ്പും ഒരു ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് പോസ് ചെയ്യുക. അതിപ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത് തൊട്ടോ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പോ
ജോലിക്ക് ഇറങ്ങുന്നതിന് മുമ്പോ അടുത്ത ജോലിയിലേക്ക് മാറുന്നതിന് മുമ്പോ എങ്ങനെ വേണമെങ്കിലും ആവാം. ഒരു 5 മിനിറ്റ് നമ്മളെ തന്നെ പോസാക്കി നിർത്തുക. അതിനുശേഷം പുതിയ ഒരു ടാസ്ക് എടുക്കുമ്പോൾ വിൽ ഫീൽ റിലാക്സ്ഡ് ആൻഡ് ഫ്രഷ്. 4-4-4 ബ്രീത്തിങ് ടെക്നിക്. ഇതൊരു ബ്രീത്തിങ് എക്സസൈസ് ആണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാലുടൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക. 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് വലിക്കണം. എന്നിട്ട് 4 സെക്കൻഡ് ശ്വാസത്തെ ഹോൾഡ് ചെയ്യുക. 4 സെക്കൻഡ് അതിനെ സാവധാനം റിലീസ് ചെയ്യണം. ഈ ബ്രീത്തിങ് എക്സസൈസ് 3 തൊട്ട് 5 തവണ വരെ നമുക്ക് ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ എല്ലാ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റുന്നതിനൊപ്പം നമുക്ക് റിലാക്സ്ഡ് ഫീലിംഗ് തരും. 2 സെക്കൻഡ് സ്ക്രിബിൾ. ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് മനസ്സിൽ വരുന്ന എല്ലാ നെഗറ്റീവ് തോട്ട്സിനെയും ചിന്തിച്ച് അതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നത് പോലെ നന്നായി കുത്തിവരയ്ക്കുക, അല്ലെങ്കിൽ സ്ക്രിബിൾ ചെയ്യുക. സ്ക്രിബിൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 സെക്കൻഡ് ചിന്തകളെ കുത്തിവരച്ച് പുറത്താക്കിയിട്ട് 2 സെക്കൻഡ് റിലാക്സ് ചെയ്യണം. അങ്ങനെ അതൊരു 5 മിനിറ്റ് വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ വേണ്ടാത്ത ചിന്തകളെല്ലാം പോയിട്ട് നമുക്ക് റിലാക്സ്ഡ് ആകുന്നു. ഡ്രിങ്കിങ് വാട്ടർ. ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ എപ്പോഴൊക്കെ നമുക്ക് ആൻസൈറ്റി അല്ലെങ്കിൽ ഡിസ്ട്രെസ് തോന്നുമ്പോഴും ഒരു കപ്പ് വെള്ളം എടുക്കണം. അതിനെ വളരെ പതുക്കെ സിപ്പ് ബൈ സിപ്പായിട്ട് കുടിക്കണം. അത് നമുക്ക് വളരെ റിലാക്സ്ഡ് ഫീൽ തരും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നല്ല ഉറക്കം വളരെ അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിന്. അതുകൊണ്ട് രാത്രി നന്നായി ഉറങ്ങുക. പകൽ ഉറക്കം ശേഷം ഒഴിവാക്കുകയും ചെയ്യുക. മനസ്സിൻ്റെ ചിന്തകൾ ഒഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനാകും. അതിന് സഹായിക്കുന്ന കുറച്ച് ടെക്നിക്സ് നോക്കാം. ടേക്കിംഗ് ആക്ഷൻസ്. 3-2-1 ടെക്നിക്. എപ്പോഴാണോ കൂടുതൽ ചിന്തകൾ വരുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ കാണുന്ന 3 കാര്യങ്ങൾ പറയുകയോ എഴുതുകയോ ചെയ്യാം. സെയിം, ആദ്യം കേൾക്കുന്ന 2 കാര്യങ്ങൾ, ആദ്യം സ്മെൽ ചെയ്യുന്ന ഒരു വസ്തു ഇതുപോലെ കുറിക്കാവുന്നതാണ്. എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 സെക്കൻഡ്, 2 സെക്കൻഡ്, 1 സെക്കൻഡ് എന്ന ടൈമിങ്ങിലായിരിക്കണം ഇവ കുറിക്കേണ്ടത്. അത്രയ്ക്കും ഫാസ്റ്റായിട്ട്. ഇത് നമ്മളെ എളുപ്പം ആക്ഷനിൽ ഫോക്കസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ചിന്തിക്കാനുള്ള സമയം ഒട്ടും കിട്ടുകയില്ല. ഡെയിലി അഫർമേഷൻസ്. നിങ്ങളുടെ മുറിയിൽ രാവിലെ എണീക്കുമ്പോൾ ആദ്യം കാണുന്ന തരത്തിൽ ഒരു ചാർട്ട് പേപ്പർ ഒട്ടിക്കുക. അതിൽ ഓരോ ദിവസവും നിങ്ങളെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവ് അഫർമേഷൻ എഴുതുക. അതായത് നന്നായി വായിക്കുന്നവരാണെങ്കിൽ ഞാൻ നന്നായി വായിക്കും, അങ്ങനെ നിങ്ങളുടെ ഓരോ ടാലൻസും അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്സും അതിൽ സൂചിപ്പിക്കുക. ഇത് നമ്മളെ നമ്മുടെ നെഗറ്റീവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാതെ പോസിറ്റീവിലേക്ക് ചിന്തകൾ തിരിക്കുന്നു. ഗ്രാജുവൽ എക്സ്പോഷർ. അതായത് നമ്മളെ പതുക്കെ പതുക്കെ ടാസ്കുകളിലേക്കും ആളുകളുടെ ഇടയിലേക്കും നമ്മൾ തന്നെ എക്സ്പോസ് ചെയ്യുക. അതിന് ഈസിയായ ഒരു മാർഗ്ഗമാണ് ക്വസ്റ്റ്യൻ റീഫ്രെയിമിംഗ് എന്നത്. അതായത് നമ്മളിപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊന്നാണ്, ഇപ്പോൾ പാട്ട് കുളമായാൽ ആളുകൾ പോകുമോ? അത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നന്നായി പാടിയാൽ എനിക്ക് ഒത്തിരി അഭിനന്ദനം കിട്ടുമോ എന്ന രീതിയിലേക്ക് മാറ്റി ഫ്രെയിം ചെയ്യാം. ഇത് നമ്മൾക്ക് കോൺഫിഡൻസും ഒപ്പം ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനുള്ള ഊർജ്ജവും തരുന്നു. 7 സെക്കൻഡ് ചാലഞ്ച്. നമ്മുടെ ലൈഫിൽ 2 തരം തീരുമാനങ്ങളാണുള്ളത്. ഒന്ന് പ്രധാനമായതും മറ്റൊന്ന് അത്ര പ്രധാനമല്ലാത്തതും. എന്നാൽ നമ്മളിപ്പോൾ അത്ര പ്രധാനമായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും തീരുമാനിക്കാനാവാത്ത ഒരവസ്ഥയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു വഴിയുണ്ട്. ലൈഫിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരു ടൈമറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് തീരുമാനിക്കാം. അതിനൊരു ഉദാഹരണം പറയാം. ഇന്ന് ഏത് ഡ്രസ്സ് ഇടണമെന്ന് അലമാര തുറന്ന് 7 സെക്കൻഡിനുള്ളിൽ തീരുമാനിക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഒരു ടൈമർ സെറ്റ് ചെയ്ത് അത് അതിനുള്ളിൽ തീരുമാനിക്കണം. ഈ പ്രാക്ടീസ് വഴി കൂടുതൽ ചിന്തിക്കാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അത് കോൺഫിഡൻ്റായി നേരിടുന്നതിനും നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ മേജറായിട്ടുള്ള ഡിസിഷനുകൾ വളരെ എളുപ്പത്തിൽ തന്നെ തിരഞ്ഞെടുക്കാനും നമുക്ക് സാധിക്കുന്നു. പ്ലാൻ ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായി തലേ ദിവസം രാത്രി തന്നെ ഒരു ബുക്കിൽ എഴുതിയിടുക. ഇത് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കാതെയും സമയം കളയാതെയും ജോലികൾ എളുപ്പം ചെയ്തു തീർക്കാൻ സഹായിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ, കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ഓവർ തിങ്കേഴ്സ് ആയതുകൊണ്ടും ഞാൻ പറയുകയാണ്, ഒരിക്കലും ഒരു ദിവസം കൊണ്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കില്ല. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇന്ന് ചെയ്താൽ നാളെയും ചെയ്യണം. കൺസിസ്റ്റൻസി ആൻഡ് കണ്ടിന്യൂറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് ചെയ്ത പോലെ ഒരാഴ്ച ഇതൊന്ന് ചെയ്ത് നോക്കുക, ഒന്നും ചിന്തിക്കാതെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ചിന്ത വരില്ല നിങ്ങൾക്ക്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ചെയ്ത് നോക്കുക.
ഒരാഴ്ച ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പോൾ ഒരിക്കലും ഒരു സാധനം നമുക്ക് അടുത്ത ദിവസം ഇപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഞാൻ ഈ വീഡിയോ കണ്ടതുകൊണ്ട് ഞാൻ നാളെ ആകുമ്പോൾ ഓവർ തിങ്കർ ആകുന്നില്ല, ഞാനെല്ലാം മാറി, എൻ്റെ ഓവർ തിങ്കിങ് ഒക്കെ മാറി എന്ന് ഞാൻ ഒരിക്കലും ഗ്യാരണ്ടി പറയില്ല. അത് നടക്കുന്ന കാര്യമല്ല, ഒരിക്കലും നടക്കില്ല. അടുത്ത ദിവസം ഒറ്റ ദിവസം കൊണ്ടൊന്നും നിങ്ങൾ ഒരിക്കലും ചേഞ്ച് ആവില്ല. ഇത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പതിയെ ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പതുക്കെ നിങ്ങൾ പ്രാക്ടീസ് വളരെ കൃത്യമായിട്ട് ഇത് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്കൊരു ചേഞ്ച് ഉറപ്പായിട്ടും ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? അവയർനെസ്. അതാണ് ഞാനിപ്പോൾ തന്നത്. എനിക്കിതേ തരാൻ പറ്റുള്ളൂ. അപ്പോൾ അവയർനെസ്സാണ് ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് നിങ്ങൾ മറ്റുള്ളവർക്ക്, ഇതുപോലെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന മറ്റൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അനുഭവപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന കാരണങ്ങളുണ്ട്, ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, അതുകൊണ്ട് നമുക്കിത് മാറ്റാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു അവയർനെസ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഞാനതാണ് നിങ്ങൾക്ക് തന്നത്. നിങ്ങൾക്കത് ഹെൽപ്പായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതലും അവയർനെസ്സാണ് അടുത്തത് നമുക്ക് വേണ്ടത്. എന്തൊക്കെയാണ് കാരണം, എന്താണിത്, എന്തൊക്കെയാണ് കാരണങ്ങൾ, എങ്ങനെയൊക്കെ ഇത് മാറ്റാം എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ അവർക്ക് ബോധവൽക്കരണം നൽകണം. എന്നാൽ മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നവർക്ക് അതിൽ നിന്നും റിക്കവർ ചെയ്ത് വരാൻ പറ്റൂ. അത് കഴിഞ്ഞ് നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ഹെൽത്ത് അല്ലേ? കൃത്യമായിട്ടുള്ള ഉറക്കം മസ്റ്റാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഉറക്കം, ആഹാരം, വെള്ളം, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും സാധനങ്ങളും കൂടെ നമ്മൾ നമ്മുടെ മനസ്സിൽ വയ്ക്കണം. ഈ പ്രാക്ടീസും നമുക്ക് അത്യാവശ്യമാണ്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും പ്രാക്ടീസസ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അതിനൊപ്പം നിങ്ങളുടെ ആഹാരം, പിന്നെന്താ, ഭക്ഷണം വളരെ ശ്രദ്ധിക്കുക. ആഹാരം, വെള്ളം, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഉറക്കം, ഇത്രയും നന്നായിട്ട് ശ്രദ്ധിക്കുക. വളരെ കാമായിട്ട് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലിരുന്ന്, ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഗൈഡഡ് മെഡിറ്റേഷൻ ഒരു 10 മിനിറ്റെങ്കിലും ചെയ്തതിന് ശേഷം ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായ വ്യത്യാസങ്ങളോ എന്നോട് ഉറപ്പായിട്ടും പറയണം, കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിൽ നന്ദി.